അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വ അലാ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആമന റസൂലിൻ്റെ ഒരു ചെറിയ വിശദീകരണം പറയണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് നമുക്ക് ഈ ക്ലാസ്സിൽ പറയാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അൽ ബഖറയിലെ 285, 86 ആയത്തുകളാണ്. 285, 286 ആയത്തുകൾ. കണ്ടില്ലേ? അൽ ബഖറിലെ അവസാനത്തെ 2 ആയത്തുകൾ ഓതിക്കോളെ. ഇതിൻ്റെ ചില ഫളായിലുകൾ ഞാനൊന്ന് പറയാം. അത് ഒന്ന് ആവശ്യമുള്ള ആളുകൾ നോട്ട് ചെയ്ത് വെക്കുക. ഈ 2 ആയത്തുകളുടെ പ്രത്യേകതകൾ. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികളോട് ചോദിച്ചു, അതുരീദൂന അൻ തഖൂലു കമാ ഖാല അഹ്ലുൽ കിതാബൈൻ മിൻ ഖബലിക്കും. നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ 2 കിതാബിൻ്റെ ആളുകൾ, അഥവാ തൗറാത്തിൻ്റെയും ഇഞ്ചീലിൻ്റെയും ആളുകൾ, ജൂത ക്രിസ്ത്യാനികൾ പറഞ്ഞതുപോലെ പറയാൻ നിങ്ങൾക്ക് ഉദ്ദേശമുണ്ടോ? നമ്മളിപ്പോൾ ഈ ആമന റസൂലു പഠിക്കാൻ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ്? യാ അയ്യുഹല്ലദീന ആമനു ലാ തഖൂലു റാഇന വഖൂലു ഉൻദുർന. ആ ആയത്തിൻ്റെ വിശദീകരണത്തിലാണ് നമ്മളിത് പറഞ്ഞു വന്നത്. അപ്പം റസൂൽ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഇങ്ങനെ മുമ്പ് അഹ്ലു കിതാബ് പറഞ്ഞതുപോലെ പറയാൻ വല്ല ഉദ്ദേശവുമുണ്ടോ? എന്താ അവർ പറഞ്ഞത്? സമീഅന വ അസൈന, കേട്ടു, ഞങ്ങൾ ധിക്കരിച്ചു.
കേൾക്കാനൊക്കെ ഞങ്ങൾ വരാം, കേൾക്കാനൊക്കെ തയ്യാറാണ്, പക്ഷെ അനുസരിക്കൂല എന്ന് പറഞ്ഞതുപോലെ പറയാൻ ഉദ്ദേശമുണ്ടോ? ബൽ ഖൂലു, എന്നാൽ നിങ്ങൾ പറയണം, സമിഅന വ അതഅന ഉഫ്രാനക റബ്ബന വ ഇലൈക്കൽ മസീർ എന്ന് പറയണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ അവരോട് പറഞ്ഞു. സമിഅന വ അതഅന ഉഫ്രാനക റബ്ബന വ ഇലൈക്കൽ മസീർ എന്ന് പറയണം. ഇനി അൽ-ബഖറയിലെ അവസാനത്തെ 2 ആയത്തുകൾ എന്ന പേരിലാണ് ഈ ആയത്തുകൾ അറിയപ്പെടുക. അപ്പം അതിൻ്റെ ഫളായിലുകളിൽ ഒന്നാമത്തെ ഫളായിൽ അന്നഹുമ ലമ്മ നസലത്ത ഫുത്തിഹ ബാബു മിനസ്സമാ, അന്നഹുമ ലമ്മ നസലത്ത ഫുത്തിഹ ബാബു മിനസ്സമാ. ഈ 2 ആയത്തുകൾ ഇറങ്ങിയപ്പോൾ ആകാശത്തിൻ്റെ കവാടങ്ങൾ തുറന്നു എന്നാണ്. ആകാശത്തിൻ്റെ കവാടങ്ങൾ തുറന്നു. ഫനസല മിൻഹു മലക്കുൻ ഇലൽ അർളി, എന്നിട്ട് ഭൂമിയിലേക്ക് അല്ലാഹു തആല ഒരു മലക്കിനെ ഇറക്കുകയും ചെയ്തു. ലം യൻസിൽ ഖത്തുൻ ഇല്ലൽ യൗമ, ഇന്നേ വരെ, ഈ ദിവസം വരെ, അഥവാ അതിറങ്ങുന്നത് വരെ ഇങ്ങനെ ഒന്ന് ആകാശത്ത് നിന്ന് ഇറങ്ങിയിട്ടേയില്ല. അങ്ങനെ ഫസല്ലമ അലൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഈ 2 ആയത്തുമായി വന്ന മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു. എന്നിട്ട് നബിയോട് സലാം പറഞ്ഞു. സലാം പറഞ്ഞിട്ട് പറഞ്ഞു, വഖാല അബ്ശിർ ബിനൂറൈനി ഊതീതഹുമാ, അബ്ശിർ സന്തോഷിക്കുക, ബിനൂറൈനി ഊതീതഹുമാ, നിങ്ങൾക്ക് നൽകപ്പെട്ട ഈ 2 പ്രകാശത്തിൽ നിങ്ങൾ സന്തോഷിക്കുക. ലം യുഅ്തഹുമാ നബിയ്യുൻ ഖബ്ലക്, താങ്കൾക്ക് മുമ്പ് ഒരു നബിക്കും അത് നൽകപ്പെട്ടിട്ടില്ല. ഫാത്തിഹത്തുൽ കിതാബ് വ ഖവാത്തിമു സൂറത്തുൽ ബഖറ, അതിലൊന്ന് മുമ്പ് ഒരാൾക്കും നൽകപ്പെടാത്ത 2 ഒന്ന് ഫാത്തിഹയാണ്. ഫാത്തിഹത്തുൽ കിതാബ് എന്ന് പറഞ്ഞാൽ സൂറത്തുൽ ഫാത്തിഹ. 2 അൽ-ബഖറയുടെ അവസാനത്തെ ഈ ആയത്തുകളാണ്. ലൻ തഖറഅ ബിഹർഫി മിൻഹുമാ ഇല്ലാ ഉഅ്തിയതഹു, ഒരാൾ അത് ഓതിയാൽ അതിൽ നിന്നുള്ള ഓരോ ഹറഫിനും അവന് ആ ഹറഫിൻ്റെ പ്രതിഫലം അവന് നൽകപ്പെടാതിരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവരൊന്നും പ്രതിഫലം ഇല്ല എന്നല്ല. റവാഹു മുസ്ലിം റിപ്പോർട്ട് ഹദീസാണ്. അപ്പോൾ അല്ലാഹു തആല ആകാശത്തിൻ്റെ കവാടം തുറന്ന് മലക്കിനെ നിയോഗിച്ചുകൊണ്ട് അള്ളാഹു ഇറക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ സലാം പറഞ്ഞു വന്നു. എന്നിട്ട് പറഞ്ഞു, ഈ 2 ഒരു പ്രകാശമാണ്, മുമ്പൊരാൾക്കും നൽകപ്പെട്ടിട്ടില്ലാത്തതാണ്. ഇത് പാരായണം ചെയ്ത് അള്ളാഹുവിനോടൊരു കാര്യം ചോദിച്ചാൽ ആ കാര്യം പടച്ചോൻ നൽകാതിരിക്കൂല എന്നൊക്കെ പറഞ്ഞ ഏറ്റവും പ്രതിഫലാർഹമായ ഒരു 2 ആയത്തുകളാണ് ആമന റസൂൽ എന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും കാണാതെ പഠിക്കണം. എല്ലാവർക്കും അറിയും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇനി അത് കാണാതെ പഠിപ്പിക്കണില്ല. അറിയാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് ഇരുന്ന് ഒന്ന് മനഃപ്പാടമാക്കാൻ ശ്രമിക്കാം. ഇനി മറ്റൊരു ഹദീസ് ഇമാം അഹ്മദ് റിപ്പോർട്ടിൻ്റെ ഹദീസിൽ കാണാം, ലം യുഅ്തഹ അഹദുൻ ഖബല നബിയുനാ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലിഖൗലിഹി ഉഅ്തീതു ഖവാതിമ സൂറത്തുൽ ബഖറ മിൻ ബൈത്തി കൻസിൻ മിൻ തഹ്തിൽ അർഷ് ലം യുഹ്തഉന്ന നബിയുൻ ഖബലി.
ഈ ആമന റസൂലു അത് അർഷിൻ്റെ താഴെ, അർഷിൻ്റെ താഴ്ഭാഗത്ത് നിന്നിറങ്ങിയ അതിലെ ഒരു നിധിയുടെ വീട് ബൈത്തു കൻസ്, അതിൽ നിന്ന് ഇറക്കപ്പെട്ടതാണ്, നൽകപ്പെട്ടതാണ് സൂറത്ത് അൽ ബഖറയിലെ ഈ 2 ആയത്തുകളെന്നാണ്. അപ്പം അതിൻ്റെ പ്രാധാന്യമാണ് അത് സൂചിപ്പിക്കുന്നത്. മറ്റൊരു ഹദീസിൽ കാണാം, ഇത് ശ്രദ്ധിക്കണം കേട്ടോ, തുർമുദി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇന്നല്ലാഹ കതബ കിതാബൻ ഖബല അൻ യഖ്ലഖ അസ്സമാവാതി വൽ അർള് ബി അൽഫൈ ആമിൻ അൻസല മിൻഹു ആയത്തൈനി ഖതമ ബിഹിമാ സൂറത്തുൽ ബഖറ. അല്ലാഹു തആല ആകാശഭൂമികളെയൊക്കെ പടക്കുന്നതിൻ്റെ 2000 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹു ഒരു ഗ്രന്ഥം, ഒരു രേഖ അള്ളാഹു രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. അതിൽ നിന്ന് 2 ആയത്തുകൾ ഇറങ്ങി. സൂറത്തുൽ ബഖറയിലെ സൂറത്തുൽ ബഖറ അവസാനിപ്പിക്കാൻ 2 ആയത്തുകൾ, സൂറത്തുൽ ബഖറ അവസാനിപ്പിക്കാൻ അള്ളാഹു തആല 2 ആയത്തുകൾ അവിടെ നിന്ന് ഇറക്കി. ഇനി പറഞ്ഞതാണ് ശ്രദ്ധിക്കേണ്ടത്. വലാ യുഖ്റആനി ഫീ ദാരിൻ സലാസ ലയാലിൻ ഫയഖ്റബുഹ ശൈത്താൻ. ഒരു വീട്ടിൽ 3 ദിവസം ഇത് ആരും പാരായണം ചെയ്തിട്ടില്ലെങ്കിൽ ആ വീട്ടിൽ ശൈത്താൻ അടുക്കും. വളരെ പ്രധാനപ്പെട്ടതാണ്. 3 ദിവസം ഒരു വീട്ടിൽ ആമന റസൂൽ ആരും ഓതിയിട്ടില്ലെങ്കിൽ ആ വീട്ടിൽ ശൈത്താൻ പ്രവേശിക്കും. അപ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ എപ്പോഴും എന്ത് ചെയ്യണം? ആമൻ റസൂൽ ഓതിക്കൊണ്ടിരിക്കണം എന്നർത്ഥം. ഇനി ഞാനിതിൻ്റെ ഈ ആയത്തിൽ കുറിച്ച് ഓതിയാലുണ്ടാകുന്ന ചില ഗുണങ്ങളൊന്നും ഇങ്ങനെ എണ്ണി പറയാം. വേണമെങ്കിലൊന്നും അതിൻ്റെ ഫവായിദുകൾ, പ്രയോജനങ്ങൾ വേണമെങ്കിലൊന്നും ഇങ്ങനെ രേഖപ്പെടുത്തുന്നത് നല്ലതാണ്. ഇതിൻ്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയെന്നുള്ളത്. ഒന്ന്, അതായത് ഈ ആമൻ റസൂൽ എന്നതിലെ കണ്ടൻ്റാണ് അതിൽ വരുന്നത്. ആമൻ റസൂലിൻ്റെ വിഷയങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അതാണ് അതിൽ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഫവായിദുകൾ എന്തൊക്കെയാണ്? അതിൽ ഒന്ന് ഇസ്ബാത്തുൻ ഉലുവുല്ലാഹി അലാ ഖൽഖിഹി, അള്ളാഹുവിൻ്റെ സൃഷ്ടികളുടെ മേൽ അള്ളാഹ്ക്കുള്ള ഉന്നതി സ്ഥിരപ്പെടുത്തുക. സൃഷ്ടികളുടെ മേൽ അള്ളാഹുവിൻ്റെ ഔന്നിത്യം എന്ത് ചെയ്യുക? സ്ഥിരപ്പെടുത്തുക. അതാണ് ഒന്നാമത്തെ കാര്യം. ഈ ആയത്തിൽ വരുന്നത് അതാണ്. അള്ളാഹുവിൻ്റെ മഹത്വം, അള്ളാഹുവിൻ്റെ ഔന്നിത്യം എന്താണ് എന്ന് അത് സ്ഥാപിക്കുന്ന, അത് ഉറപ്പിക്കുന്ന ആയത്താണിത്. ആയത്തുൽ കുർസി പിന്നെ ആമന റസൂലോ. രണ്ടാമത്തത് തക്ലീഫുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ ഈമാൻ ബിമാ ഉൻസില ഇലൈഹി യഖ്തദി തഹമ്മലുഹു അഅബാ അർ-റിസാല വഖിയാമഹു ബിത്തബ്ലീഗ് വൽ അമൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകിയ ഒരു റിസാലത്തുണ്ട്, ഒരു സന്ദേശമുണ്ട്. ആ സന്ദേശം ബാക്കിയുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കലും അത് അമലാക്കലും ഈ ആയത്തിൻ്റെ ആശയമാണ്. നബിക്ക് അള്ളാഹു തആല എത്തിച്ചു കൊടുത്ത റിസാലത്തുണ്ടല്ലോ, ആ റിസാലത്ത് സന്ദേശം അത് എത്തിച്ചു കൊടുക്കുക, അതോടൊപ്പം അത് കൂടെ അമലാക്കുകയും ചെയ്യുക. ഇതാണ് ഇതിൻ്റെ രണ്ടാമത്തെ ഫവായിദ്. മൂന്നാമത്തേത് അന്നൽ മുഅ്മിനീന തബഉൻ ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരുന്ന മുഅ്മിനീങ്ങളായ ആളുകൾക്ക് നബിയെ അവർ പിന്തുടരുന്നു എന്നതാണ് ആമന റസൂൽ. നബി എന്തൊന്നാണോ കൊണ്ടുവന്നത് അതിനെ പിൻപറ്റുക, ഇത്തിബായി ചെയ്യുക, അതിൻ്റെ കൂടെ കൂടുക. നബി കൊണ്ടുവന്നതിൻ്റെ കൂടെ
ഒരു ആളായിട്ടാണ് ചേരുക. അപ്പം എന്താ ഉണ്ടാകുക? സ്വർഗത്തിൽ നബിൻ്റെ കൂടെ ഉണ്ടാവും. ഇപ്പം നമുക്ക് ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ ഒരു വലിയ സങ്കടമായിരിക്കും എന്ത്, നബിൻ്റെ കാലത്ത് ജനിക്കാൻ കഴിഞ്ഞില്ലല്ലോ. നിങ്ങളങ്ങനെ ആരെങ്കിലും എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനല്ല നമ്മൾ പലപ്പോഴും പറയാം, നമ്മളൊക്കെ എക്കാലത്ത് ജനിച്ചത് വലിയ ഭാഗ്യമാണ്. നമ്മളങ്ങനെ പറയാം പലപ്പോഴും, എക്കാലത്ത് ജനിച്ചത് വലിയ ഭാഗ്യമാണ്. നമുക്ക് ഇനി വരാൻ പോണ കാലവും പേടിയാണ്. കഴിഞ്ഞ കാലം നമ്മൾ പറയല് ദാരിദ്ര്യത്തിൻ്റെ, നമ്മളെ വാപ്പാനൊക്കെ കാലം ദാരിദ്ര്യം, പട്ടിണി, ഒരു നാടൊരു പുരോഗതി ഇല്ലാത്തൊരു കാലം. ഇനി വരാനുള്ള കാലം എന്ന് പറഞ്ഞാൽ അതിനേക്കാളും ഭീകരമായൊരു കാലം. അന്നില്ലാതിരുന്നാൽ മതി. അപ്പോൾ ഇപ്പം നമ്മളൊക്കെ ജീവിച്ചത് നല്ലൊരു സമയത്തെ കാലത്തെന്നാണ് പറയുക അല്ലേ. അതിന് മുമ്പുള്ള ആൾക്കാരും അങ്ങനെ തന്നെ പറഞ്ഞിന്. ഓലെ സംബന്ധിച്ചിടത്തോളം ഓലെന്നാ ജീവിച്ച ഏറ്റവും നല്ല കാലത്താണ് ജീവിച്ചത്. അതിൻ്റെ മുമ്പുള്ളവരും അതേമാതിരി തന്നെയാണ് നല്ല കാലത്താണ് ജീവിച്ചത്. അപ്പോൾ ഏറ്റവും നല്ല കാലം നമ്മൾ ജീവിച്ച കാലം. ഇപ്പോഴത്തെ തലമുറ എന്താ പറഞ്ഞത്? നമ്മളൊക്കെ ജീവിച്ച കാലം കണ്ടില്ലേ നിങ്ങൾ? ആ ഹൈവേ ഒക്കെ, കോഴിക്കോട്ടേക്ക് പോകണ ഹൈവേ ഒക്കെ കണ്ടില്ലേ? എന്തിനാ അതിൻ്റെയൊക്കെ പണ്ടത്തെ അവസ്ഥ? അതിമ്മക്കൂടൊന്നും യാത്ര ചെയ്യാൻ കഴിയാതല്ലേ നമ്മളെ വാപ്പാരൊക്കെ മരിച്ചു പോയത്. ഇപ്പം എന്താ കാലഘട്ടം? ഇപ്പം മൊബൈലൊന്നും നമ്മളെ വാപ്പാർ കണ്ടിട്ടും കൂടി ഇല്ല. ഇപ്പം എന്തെല്ലാം സൗകര്യങ്ങളാണ് ഇപ്പം ഈ തലമുറ നമ്മൾ ജീവിക്കണ. ഇപ്പം നമ്മളിങ്ങനെ പറയുമ്പോൾ നമ്മളെ വരുന്ന തലമുറ നമ്മളെ ഒരു മോശക്കാരായിട്ടാണ് കാണുന്നത്. നമ്മളൊന്നും ഇല്ലാത്ത ഒരു മൊബൈലും കൂടി ഇല്ലാത്ത കാലത്ത് ജീവിച്ചതാണ്. ഏത് നമ്മളെ പറ്റി പറയാം അല്ലേ? നമ്മൾ പറയണത് നമ്മൾ അതിന് മുമ്പത്തെ കാലത്തല്ല കാലത്ത് ജീവിച്ചു എന്നാണ് പറയാം. അപ്പോൾ കാലം നോക്കണ്ട, എല്ലാ കാലത്തും അങ്ങനെ തന്നെ ഇക്കാരം. ഇനി വരുന്നൊരു തലമുറ വരുമ്പോൾ അതിനേക്കാൾ അപ്പുറം ഇക്കാരം. അപ്പോൾ ഇപ്പോഴത്തെ ഈ ന്യൂജൻ നിന്നിപ്പോൾ പറയുന്ന ആൾക്കാരെ പറ്റി വളരെ മോശമായ അഭിപ്രായമാണ് വരുന്നവർക്ക് ഉണ്ടാകുക. അപ്പോൾ ഏറ്റവും നല്ല തലമുറ റസൂലുള്ളാഹി പറഞ്ഞു, ഖൈറുൽ ഖുറൂനി ഖർനി. ഏറ്റവും നല്ല തലമുറ ജീവിച്ചത് ആരെ തലമുറയാണ്? നബിൻ്റെ കൂടെ ജീവിച്ച ആ തലമുറയാണ്. അപ്പോൾ നമ്മളിങ്ങനെ അങ്ങനെ ചിന്തക്ക് വളരെ അപൂർവമായിട്ട് ആൾക്കാർക്ക് വരുള്ളൂ കേട്ടോ. അങ്ങനെയൊക്കെ ഒരു ചിന്ത വന്നിടണമെന്ന് ചോദിച്ചാൽ വന്നിട്ടുണ്ട് എന്ന് ആത്മാർത്ഥമായിട്ട് പറയുന്നുണ്ടെങ്കിൽ സഹോദരങ്ങൾ, അത് വലിയ ഈമാൻ്റെ അടയാളം തന്നെയാണ്. അള്ളാഹു മരിക്കണ വരെ നിലനിർത്തി തരട്ടെ, പ്രാർത്ഥിക്കാം. നബിൻ്റെ കാലത്ത് ജീവിക്കാൻ നമുക്ക് പറ്റിയില്ലല്ലോ എന്നൊരു, കാരണം ഈ ചരിത്രങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ, ഇസ്ലാമിക ചരിത്രങ്ങൾ കേൾക്കുമ്പോൾ, അതിനാണ് ചരിത്രങ്ങൾ കേൾക്കണം എന്ന് പറഞ്ഞത്. സത്യസന്ധമായ ചരിത്രം കേൾക്കണം കേട്ടോ. ചരിത്രം എന്ന് പറഞ്ഞപ്പോൾ ഇന്ന് വാട്സപ്പൊക്കെ തുറന്നാൽ ഉള്ളത് മുഴുവനും നുണയാണ്. അതിങ്ങനെ അങ്ങോട്ട് പർവ്വതീകരിച്ച് വർണ്ണിച്ച് ഇങ്ങോട്ട് പറഞ്ഞിങ്ങാണ്ട് ഇല്ലാത്ത നുണകൾ പറഞ്ഞ് പരത്തിങ്ങാണ്ട് ഇങ്ങനെ അതൊക്കെയാണ് വിടുന്നത്. അതൊന്നുമല്ല. സ്വഹിയായ ഹദീസിൽ വന്ന, ഖുർആനിലും സുന്നത്തിലൊക്കെ വന്നിട്ടുള്ള ചരിത്രങ്ങൾ പഠിക്കണം. അപ്പോൾ ആ ചരിത്രങ്ങൾ കേൾക്കുമ്പോൾ പലപ്പോഴും നമുക്ക് ഖുർആൻ തന്നെ പറയാം, അള്ളാഹ് കിസ്സ എന്തിനാ പറയുന്നത് എന്നുള്ളത് ഖുർആൻ തന്നെ അള്ളാഹ് പറയാം. നമുക്ക് ഹൃദയത്തിന് സബാത്ത് കിട്ടാനാണ് ഖുർആൻ പറഞ്ഞത്. എന്തിന് കിസ്സ പറയുന്നു എന്ന ചോദ്യത്തിൻ്റെ മറുപടി എന്താണ്? ഹൃദയത്തിന് സബാത്ത് കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ നമ്മൾ ആ കഥകളൊക്കെ തന്നെ കേൾക്കുമ്പോൾ നമുക്ക് പിന്നെ ഈമാൻ വർദ്ധിക്കും. അപ്പോൾ നമ്മളിങ്ങനെ അങ്ങനെ ആലോചിക്കും, പടച്ചോനെ ആ കാലഘട്ടത്തിലൊക്കെ ജീവിച്ചിരുന്നെങ്കിൽ, നബിൻ്റെ ഒരു സ്വഹാബിയൊക്കെ ആയിട്ട് നമുക്ക് ജീവിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. ഇപ്പോൾ നമ്മളെപ്പറ്റൊക്കെ ഇങ്ങനെ പിൽക്കാലത്തുള്ള ആൾക്കാർ പറയില്ലേ, നമ്മളൊക്കെ പേര് പറയുമ്പോൾ എന്ത് പറയും? മുഹമ്മദ് അഷ്റഫ് റളിയല്ലാഹു അൻഹു, നമ്മൾ ഇങ്ങനെ പറയില്ലേ, അള്ളാഹു തൃപ്തിപ്പെട്ടു. ഇപ്പം നമ്മളെപ്പറ്റി ഇങ്ങനെ പിന്നീടുള്ള തലമുറകൾ ഖിയാമത്ത് നാൾ വരെ നമ്മൾ ഉദ്ധരിച്ച ഹദീസ് പറയുന്നു. അപ്പം സ്വഹാബികൾ അവർക്ക് അള്ളാഹു തആല ആ തൃപ്തിപ്പെട്ടതിൻ്റെ അവർക്ക് കൊടുത്ത ദറജയാണ് ഇപ്പം എന്ത് നമ്മളൊക്കെ ഇപ്പോഴും കോടിക്കണക്കിന് ആളുകളാണെന്ത് പറയണത്, ഈ സ്വഹാബിമാരെ പേര് പറയണത് അല്ലേ? നബിൻ്റെ കൂടെ ജീവിച്ച ആ ഭാഗ്യം എന്ന് പറഞ്ഞാൽ നബിക്ക് മാത്രമല്ലല്ലോ കിട്ടിയത്, ആണോ? വറഫഅനാ ലക ദിക്റക് എന്ന് പറഞ്ഞപ്പം നബിൻ്റെ പദവി അള്ളാഹ് ഉയർത്തി അല്ലേ? ആ നബിൻ്റെ പദവിയും സ്ഥാനം ഉയർന്നത്, ആ നബിനെ പറ്റിയുള്ള കാര്യങ്ങൾ നമുക്ക് അറിയിച്ചെന്നതാരാ? സ്വഹാബികളാണ് അല്ലേ? അതുകൊണ്ട് തന്നെ ആരെ പദവിയും ഉയർന്നു? സ്വഹാബത്തിൻ്റെ പദവിയും ഉയർന്നു അല്ലേ? അപ്പം അതുകൊണ്ട് അവർ സഹിച്ച ത്യാഗങ്ങളൊക്കെ നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ, നമ്മളിങ്ങനെ അറിയുമ്പം, ഇപ്പം നമുക്ക് നോമ്പ് എടുക്കുമ്പോൾ ഒരു വിശപ്പ് വരുമ്പം ഒരു നേരം ഭക്ഷണം കഴിക്കാതിരുന്ന അപ്പോഴേക്കും നമുക്ക് ഗ്യാസ് കയറി നമുക്ക് ആകെ പ്രയാസമായി. അപ്പം ഭക്ഷണം കിട്ടാതെ പട്ടിണി കിടന്ന് പിന്നെ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെയും നബിൻ്റെ മിമ്പറിൻ്റെയും അടിയിൽ ഒരാളിങ്ങനെ ഇടക്ക് ബോധം കെട്ടി വീഴുന്ന, ഭക്ഷണം കിട്ടാഞ്ഞിട്ട് വിശപ്പ് സഹിക്കാൻ കഴിയാഞ്ഞിട്ട്
ആയിഷ ബീവിൻ്റെയും നബിൻ്റെ മെമ്പറിൻ്റെ അടിയിലുള്ള സ്ഥലം ഏതാ നിങ്ങൾ? ഏതാ സ്ഥലം? ഇന്ന് മദീനത്തിലാണ് ആൾക്കാർ മണ്ടണ സ്ഥലമാണ്. മദീനത്തിൽ ചെന്ന ആൾക്കാർ ഇപ്പം മറ്റേ മൊബൈലിൽ ഇതാക്കിയിട്ട് ഇത് ചെയ്യണമല്ലോ. ഈ പിന്നെ നുസുക്ക് എന്ന ആപ്പിൽ കയറിയിട്ട് പിന്നെ രജിസ്റ്റർ ചെയ്തിട്ട് വേണം ഇതിൽ റൗദയിൽ കിടക്കാൻ. ആ റൗദയാണ് ഈ ആയിഷ ബീവിൻ്റെ വീടും നബിൻ്റെ മെമ്പറിൻ്റെ അടിയിൽ. ആ റൗദയിൽ ഇന്നത്തെ റൗദ കണ്ടിട്ട് നിങ്ങളാരെങ്കിലും റൗദ കണ്ടിണോ? ആ റൗദയിലെ മിന്നണ വെളുക്കും തെളിച്ചും അതിൻ്റെ ഭംഗിയൊക്കെ കണ്ടുണ്ടോ? കണ്ടോലെ കണ്ണെന്ന് പോവില്ല. കാണാത്തവർക്ക് അവിടെ എത്താനുള്ള തൗഫീക്ക് പടച്ചോൻ പ്രദാനം ചെയ്യട്ടെ. പ്രാർത്ഥിക്കുക. കണ്ടവർക്ക് ഇനിയും അവിടെ എത്താനുള്ള തൗഫീക്ക് പടച്ചോൻ പ്രദാനം ചെയ്യട്ടെ ആരോഗ്യത്തോടു കൂടി. അപ്പം ആ റൗദയിൽ ആയിഷ ബീവിൻ്റെ വീടിൻ്റെ നബിൻ്റെ മെമ്പറിൻ്റെ ഇടയിൽ ഇടയ്ക്ക് ഒരാൾ ബോധം കെട്ട് വീണ് കിടക്കുന്നുണ്ടാവുന്ന. അത് അപസ്മാര രോഗം കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള അസുഖം കൊണ്ടൊന്നുമല്ല, വിശപ്പ് കൊണ്ട് വിശന്നിട്ട് ബോധം പോയിട്ട് വീണ് കിടക്കുക. അപ്പോൾ അതാരാന്നറിയോ? ആരാ? അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ആണ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനെ പറ്റിയാണ് പറഞ്ഞത്. വീടും കിടക്കാറുണ്ടായിരുന്നു. അപ്പം ആ പ്രതിഫലം കിട്ടുന്ന വിശപ്പ് സഹിക്കാനോ ആ ദാരിദ്ര്യത്തിൽ ജീവിക്കാനോ ആ ഈമാനനുസരിച്ച് ജീവിച്ചിട്ട് അങ്ങനെ മരിച്ച് നബിൻ്റെ കൂടെ തന്നെ സ്വർഗത്തിലെത്താനോ ഒന്നുള്ള ഭാഗ്യം നമുക്കില്ല. അപ്പോൾ സൗബാർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കഥകൾ കേട്ടില്ലേ? സൗബാർ റളിയല്ലാഹു തആല അൻഹു പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ആരാണ് സൗബാൻ കിട്ടണം? സൗബാർ റളിയല്ലാഹു തആല അൻഹു പഠിച്ചു വെക്കണം. ചില സഹാബികളെ പേരൊക്കെ പഠിച്ചു വെക്കണം, അവരെ പ്രത്യേകതയും പഠിച്ചു വെക്കണം. സൗബാർ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസുകളൊക്കെ സൗബാൻ എന്ന് പറഞ്ഞു വരുന്ന ഹദീസുകളൊക്കെ അധികവും പിന്നെ നബിയുടെ യാത്രയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഉണ്ടാവുക. നബിയുടെ യാത്രയിൽ നബിൻ്റെ കൂടെ യാത്ര ചെയ്തു പോയി അങ്ങനെ ആ യാത്രയിൽ ഇറങ്ങിയ ആ പിന്നെ ഹദീസുകളാണ്. ആ യാത്രയിൽ നബി പറഞ്ഞ കാര്യങ്ങളാണ് സൗബാർ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യാം. അതിൻ്റെ അർത്ഥം എന്താ? സൗബാർ റളിയല്ലാഹു തആല എപ്പോഴും ആരെ കൂടെ ഉണ്ടാവും? നബിൻ്റെ കൂടെ ഉണ്ടാവും. എപ്പോഴും നബിൻ്റെ കൂടെ ഉണ്ടാവും. നബിനെ വിട്ടു പോവുകയില്ല. എപ്പോഴും കൂടെ ഉണ്ടാവും. ഇനി എന്തെങ്കിലും അത്യാവശ്യത്തിന് പോയാൽ ഉടനെ ഓടി വരും. ഞാനൊരിക്കൽ നബി പള്ളിയിൽ വന്നപ്പം നബി പിന്നെ സൗബാർ റളിയല്ലാഹു തആല ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പം വളരെ മഹ്സൂനായിട്ട് ഇങ്ങനെ വളരെ ദുഃഖിതനായിട്ടിരിക്കുക, എന്തോന്ന് ആലോചിച്ച് സങ്കടപ്പെട്ടിരിക്കുകയാണ്. അപ്പോഴാണ് നബി. അപ്പം കൂടെയുള്ള ആൾക്കാർ, നമ്മളെ കൂടെ സഹവസിക്കുന്ന ആൾക്കാർ നമുക്കിടെ ഓരോ മുഖഭാവം മാറി നമുക്ക് മനസ്സിലാവുമല്ലോ എന്താണ് അത്. ആരതാ മനസ്സിലാവും? എല്ലാവരും മനസ്സിലാവില്ല, നമ്മളേറ്റ് ഏറ്റവും അടുത്ത ആൾക്കാരത് മനസ്സിലാവും. അപ്പം നബിൻ്റെ കൂടെ എപ്പോഴുള്ള സാബിയാണല്ലോ. അപ്പം ഇങ്ങനെ ഈ മുഖഭാവത്തിൽ ഇങ്ങനെ വ്യത്യാസം കണ്ടപ്പം മാലിയാറാക്ക മഹസൂനായ സൗബാൻ എന്ന് ചോദിച്ചു നബി എന്താണ് ഇങ്ങനെ സൗബാന, എന്താ എൻ്റെ മുഖത്ത് ഒരു ദുഃഖം, സങ്കടം, എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയാണ്, അള്ളാൻ്റെ റസൂലെ ഒന്നുമില്ല, ഞാൻ പിന്നെ ഇങ്ങനെ ഇരുന്നിങ്ങനെ എന്താ ആലോചിച്ചെന്നറിയോ? പിന്നെ നബി നിങ്ങൾ മരിച്ചാൽ, നിങ്ങൾ മരണപ്പെട്ട പിന്നെ നിങ്ങൾക്ക് നിങ്ങളെ കൂടെ ഇരിക്കാനും നടക്കാനൊന്നും കഴിയൂലല്ലോ. ഇനി ഞാൻ മരിച്ചാൽ, ഞാനാണ് ആദ്യം മരിക്കണതെങ്കിൽ ഞാൻ പിന്നെ നിങ്ങളുടെ അടുത്ത് നിന്ന് പോയില്ലേ, ദുനിയാവിൽ നിന്ന് പോയില്ലേ, പിന്നെ എനിക്ക് നിങ്ങളെ കാണാൻ കഴിയും. അപ്പോൾ അതിങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം നബിയെ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ സങ്കടപ്പെട്ടത്, അതാണ് എൻ്റെ ദുഃഖം എന്ന് പറഞ്ഞത്. അപ്പോഴാണ് ഈ ആയത്ത് വമൻ യുതിഇല്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസന ഉലൈക റഫീഖ. മനസ്സിലാക്കലുണ്ട്, അള്ളാഹിനെയും റസൂലിനെയും വമൻ യുതിഇല്ലാഹ വറസൂല സമീഅന വ അതഅന, അതാണ് സമീന വാത്തൽ, അത് പറഞ്ഞ് ജീവിതത്തിൽ അത് കൊണ്ട് നടന്ന ആളുകൾ, വമൻ യുതിഇല്ലാഹ വറസൂല, അങ്ങനെ ജീവിച്ചവർ, അവർ മരണപ്പെട്ടാൽ പേടിക്കണ്ട. മഅൻ നബിയ്യീന വസ്ദിഖീന വശുഹദാഇ വസ്സാലിഹീൻ, അവർ അമ്പിയാക്കന്മാരെ കൂടെയാണ്, സിദ്ദീഖുകളുടെ കൂടെയാണ്, ശുഹദാക്കളുടെ കൂടെയാണ്, സാലിഹുകളുടെ കൂടെയാണ്. വഹസന ഉലൈക റഫീഖ, അവരെത്ര നല്ല ചങ്ങാതിമാരാണ്, എത്ര നല്ല കൂട്ടുകാരാണ് സ്വർഗത്തിൽ. അപ്പോൾ പിന്നെ നമ്മളെന്താ മനസ്സിലാക്കേണ്ടി? അപ്പോൾ അവർ അത് ആ സഹാബികളൊക്കെ അതൊക്കെ ആഗ്രഹിച്ചവരാണ്. അപ്പം നമ്മൾ ഇപ്പം ഇങ്ങനെ ചിന്തിക്കുകയാണ്, ആ കൂട്ടത്തിൽ നമുക്ക് അപ്പോൾ നബിൻ്റെ കൂടെ ഇരിക്കണം, നബിൻ്റെ കൂടെ നടക്കണം. അന്ന് ആഗ്രഹിച്ചവരത് ഇഷ്ടപ്പെട്ടു, അതങ്ങേയറ്റം പിന്നെ അതിനു വേണ്ടി ത്യാഗം ചെയ്തു. ഇപ്പം നബിനെ വിട്ടു പോയവർക്കൊന്നും എന്ത് ചെയ്യേണ്ട കാര്യം വന്നിട്ടില്ല,
ത്യാഗം ചെയ്യേണ്ട കാര്യം അവർക്ക് നല്ല ജീവിതം, സന്തോഷകരമായ ഒരു സ്ഥാനം പതിവൊക്കെ കിട്ടിയ ജീവിതമാണ് ആദ്യകാലത്ത് കിട്ടിയത്. നബിനെ വിട്ട് നബിൻ്റെ കൂടെ കൂടിയവർക്കാണ് ഈ പ്രശ്നമൊക്കെ ഉണ്ടായത്. അപ്പം നമ്മളും ആഗ്രഹിക്കുന്നത് നബിൻ്റെ കൂടെ ആ കാലത്ത് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ? അപ്പം ആ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ 2 നേരം ഏറ്റവും ചുരുങ്ങിയത് ആമന റസൂൽ ഓതുക. ഇത് കാണാതെ പഠിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? ആമന റസൂൽ നമ്മൾ ഓതുക. ഇനി നാലാമത്തെ എന്താണെന്ന് വെച്ചാൽ കുല്ലമ സാദൽ ഈമാൻ സാദൽ ഇത്തിബാൾ. ഇത്തിബാൾ കൂടുമ്പോഴൊക്കെ ഈമാൻ കൂടും, ഈമാൻ കൂടുമ്പോഴൊക്കെ ഇത്തിബാവ് കൂടും. അത് 4ാമത്തെ ഗുണമാണ്. ഈമാനും ഇത്തിബാവും എവിടെ ഉണ്ട്? ആമന റസൂലിൽ ഈമാൻ കൂടുംന്ന്. എന്താണ്? ഈമാൻ വർദ്ധിക്കും. കാരണം ആവർത്തിച്ച് നമ്മളൊരു കാര്യം പറയുമ്പം ആ കാര്യം കൂടൂലേ? നമ്മളൊരു കാര്യം ചെയ്യുന്നത് അത് എണ്ണം കൂട്ടുന്നതിനനുസരിച്ച്, വർദ്ധിക്കുന്നതിനനുസരിച്ച് ആ സംഗതി കൂടി വരും അല്ലേ? അപ്പം ഈമാൻ കൂടും, ഇത്തിബാവ് കൂടും. അതാണ് 4ാമത്തെ കാര്യം. അല്ലെങ്കിൽ ഇത്തിബാവ് കൂടും, ഈമാൻ കൂടും, രണ്ടുണ്ട്. മനസ്സിലല്ലേ? ഇപ്പോൾ ഇത്തിബാവ് കൂടുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ചില കാര്യങ്ങളിലൊന്നും നമുക്ക് എന്തുണ്ടാവില്ല, പൂർണ്ണമായ ഇത്തിബാവ് ഉണ്ടാവില്ല. ഇപ്പം ചില ആൾക്കാർ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ താടി വെക്കും, പക്ഷെ അതെന്താവണമെന്നില്ല, അത് ശരിയായ അർത്ഥത്തിലാവണമെന്നില്ല. അല്ലെങ്കിൽ താടി ഉണ്ടാവും, പക്ഷെ മീശ ഉണ്ടാവില്ല, ചിലപ്പം പൂർണ്ണമായും നബിൻ്റെ അതേ അർത്ഥത്തിലാവും, കുറച്ച് മീശ അടുത്ത് നീട്ടുണ്ടാവും. അപ്പം ഞാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞാണ്. അപ്പം ഈ എല്ലാ കാര്യങ്ങളും എന്താവണമെന്നില്ല, അപ്പം ഇതിൽ എങ്ങനെയൊക്കെ നമുക്കിപ്പോൾ നമ്മളൊന്നും പൂർണ്ണരല്ല, നമ്മളാരും പൂർണ്ണരല്ല, ഇനി ഒരുപാടുണ്ട്. അപ്പോൾ ഓരോന്ന് നമ്മൾ ഇത്തിബായ് ചെയ്യുമ്പോൾ, അപ്പോൾ നമ്മൾ ചെരിപ്പിടുന്നു, പക്ഷെ നമ്മൾ ബിസ്മി ചൊല്ലി വലതിടുക എന്നുള്ളൊരു സംഭവം, അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പോൾ എന്തായി? ഇത്തിബാവ് കൂടി അല്ലേ? പള്ളി പോകും നമ്മൾ 5 നേരം പള്ളി, പക്ഷെ പലപ്പോഴും പള്ളിക്കണ്ട് കയറുമ്പം പിന്നെ നമ്മൾ പള്ളി കയറുന്ന സമയത്ത് പ്രാർത്ഥിക്കാൻ നമ്മൾ മറന്നു പോകും. ചിലപ്പോൾ ഇറങ്ങുമ്പോഴേ ഓർമ്മ ഉണ്ടാവുള്ളൂ, ചിലപ്പം കയറുമ്പോൾ ഓർമ്മ ഉണ്ടാവും, ചിലപ്പോൾ എന്താവില്ല, അള്ളാഹുമിനി അസ്സലക മിൻ ഫദ്ലിക പറയാൻ ചിലപ്പം ഓർമ്മ ഉണ്ടാവില്ല, അള്ളാഹ് മുഫ്തലി പോവാ റഹ്മത്തിക്ക പറ. അപ്പോൾ നമ്മളെന്താക്കി, അതാണ് ചെല്ലൽ തുടങ്ങി. അപ്പം അത് നമുക്ക് അറിയില്ലായിരുന്നു, അപ്പോൾ പഠിച്ചു, നമ്മൾ ചെല്ലൽ തുടങ്ങി. ഇനി ചിലപ്പോൾ നമുക്ക് അറിയായിരുന്നു, പക്ഷേ ചെല്ലാൻ മറക്കലുണ്ട്, പക്ഷെ മറക്കാതായി. അപ്പം ഒക്കെ എന്താണ്? ഇത്തിബാവ് കൂടുകയാണ്. ഓരോന്നിലും ഇത്തിബാവ് ഇങ്ങനെ കൂടി വരികയാണ്. അപ്പോൾ ആമന റസൂൽ ശരിക്ക് അർത്ഥസഹിതം പഠിച്ച് മനസ്സിലാക്കിയിട്ട് ജീവിച്ചാൽ എന്ത് ചെയ്യും? ശരിക്ക് ഇത്തിബാവ് കൂടും. ഇത്തിബാവ് കൂടും, എന്ത് കൂടും? ഈമാനും കൂടും. ഇനി 5ാമത്തത് ഫദ്ലു അർക്കാനിൽ ഈമാനിൽ മദ്കൂറ. ആമന റസൂലിൽ ചില ഈമാൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈമാൻ കാര്യങ്ങൾ 6 ആ ഈമാൻ കാര്യങ്ങൾ എണ്ണി പറഞ്ഞ ആയത്തിൽ ഏത് പെടും? അള്ളാഹുവിലുള്ള വിശ്വാസം, മുർസലീങ്ങളിലുള്ള വിശ്വാസം, മലക്കുകളിലുള്ള വിശ്വാസം, ഗ്രന്ഥത്തിലുള്ള വിശ്വാസം, ഇങ്ങനെ ചില കാര്യങ്ങൾ, ഈമാൻ കാര്യങ്ങൾ ഇതിൽ എണ്ണിപ്പറയുന്നു എന്നതാണ് 5ാമത്തെ ഇതിൻ്റെ ഈ ആയത്തിൻ്റെ ഫളായിലുകളിൽ 5ാമത്തത് അതാണ്. ആറാമത്തത് ഉജൂബുൽ ഈമാനി ബിർ റുസുലി വൽ കുതുബി അലാ വജിഹിൽ ഇജ്മാൽ വൈല നഅരിഫ് കുല്ല തഫാസീൽ. ആമന റസൂൽ വരുന്ന 6ാമത്തെ വിഷയമാണ് മുർസലീങ്ങളിലും വേദഗ്രന്ഥത്തിലും ഉള്ള ഈമാനും അതിന് ജീവിതത്തിൽ ആ ഈമാൻ കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരിക എന്നതും ഈ ആമന റസൂലിൻ്റെ ഒരു ഭാഗമാണ്. എന്നാൽ വെറുതെ ഇങ്ങനെ ഈമാൻ കാര്യങ്ങൾ പറയൽ മാത്രമല്ല, മറിച്ച് മുർസലീങ്ങളിൽ, പ്രത്യേകിച്ച് മുർസലീങ്ങളിലും വേദഗ്രന്ഥത്തിലുമുള്ള ഈമാൻ അത് വുജൂബാക്കുക, നിർബന്ധമാക്കുക. മനസ്സിലാണ്ട് പറഞ്ഞത്? അതായത് ഒരു കാര്യം പറയുക മാത്രമല്ല, ആ പറയുന്ന കാര്യം നമുക്ക് വാജിബാക്കി തരുന്നു എന്നത് ഈ ആയത്തിൻ്റെ പ്രത്യേകതയിൽപ്പെട്ട ഒന്നാണ്. ഇപ്പോൾ ചില കാര്യങ്ങൾ അങ്ങനെ, ഇപ്പോൾ നമ്മൾ ഖുർആൻ നമ്മൾ പഠിക്കുന്നു. ഖുർആൻ നമ്മൾ പഠിക്കുമ്പം ഖുർആൻ എന്ന വേദഗ്രന്ഥത്തിലെ ഈമാൻ നിർബന്ധമായി നമ്മൾ നടപ്പിൽ വരുത്തി, ഇല്ലേ? ഉണ്ടോ?
അതില്ലെങ്കിൽ എന്താ ഉണ്ടാകുക? ഒരാൾ ഖുർആനൊന്നും പഠിക്കണം വിചാരിച്ചോളി, ഓൻ ആമന റസൂലും അറിയില്ല, ഓൻ മുസ്ലിമാണ്. ഓനോട് ഈമാൻ കാര്യങ്ങൾ എന്തൊക്കെ ചോദിച്ചാൽ ഓന് പറയാനൊക്കെ പറ്റും. പക്ഷേ അത് നിർബന്ധമായും ജീവിതത്തിൽ കൊണ്ടുവന്നോ ഇല്ല. അതേ സമയത്ത് ഇത് പഠിച്ച് മനസ്സിലാക്കിയത് ചൊല്ലുന്നതിലൂടെ നിർബന്ധമായിട്ട് കൊണ്ടുവരാൻ പറ്റും. അതാണ് ഇപ്പം എത്രാമത്തതാ പറഞ്ഞത്? ഇനി അടുത്തത് അസ്സംഉ വത്വാഅത്തു. സംഉം ത്വാഅത്തും അത് അലീമത്തുൽ ലിൽ മുസ്ലിമീൻ. സംഉം ത്വാഅത്തും അടുത്ത് അതാണ് സംഉ ത്വാഅത്താണ്. നമ്മൾ സമഅനാ വ അതാണ് സംഉ ത്വാഅത്ത്. അതിലൂടെ മുഅ്മിനീങ്ങൾക്ക് അതൊരു വമ്പിച്ച കാര്യമാക്കിയിട്ട് അവർക്കത് ബോധ്യപ്പെടും. സമയന വാത്തായിന എന്നത് ഇപ്പോൾ നമ്മൾ ഈ ഇതിന് മുമ്പത്തെ ക്ലാസ്സുകളിലൊക്കെ നമ്മളിത് പഠിച്ചപ്പം അതുവരെ ഉണ്ടായിരുന്ന ഒരു ധാരണ ആയിരുന്നില്ല നമുക്കെന്ത് ഇതിനെപ്പറ്റി ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മളിങ്ങനെ ആ തക്കൂലു റായിന വക്കൂലും തുറന്ന എന്നുള്ള ആയത്തോതി പോകുക എന്നല്ലാതെ കണ്ടിട്ട് അതിനെ പിന്നിലുള്ള ഒരുപാട് പഠിപ്പിക്കപ്പെട്ട മതപരമായ അധ്യാപനങ്ങളുണ്ട്, അതിനെക്കുറിച്ച് നമ്മൾ ബോധം ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളതിങ്ങനെ പഠിച്ചു വന്നപ്പം പിന്നെ സൂറത്ത് ആൽ ഇംറാൻ്റെ അവസാന ഭാഗത്ത് പിന്നെ ഉള്ള ആയത്തൊക്കെ നമ്മൾ കേട്ടു അല്ലേ? സമീഅന മുനാദിയൻ യുനാദി ലിൽ ഈമാൻ അൻ ആമിനു ബി റബ്ബിക്കും ഫആമന്നാ. അതൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി 10ാമത്തത് സംഉം ത്വാഅത്തും. സംഉം ത്വാഅത്തും ഒരു വലിയ കാര്യമായിട്ട്, ഒരു വമ്പിച്ച വിഷയമായിട്ട് മുഅ്മിനീങ്ങൾക്ക് ഈമാനുള്ള ആളുകൾക്ക് അനുഭവപ്പെടുക. അതാണ് സംഉം ത്വാഅത്തും എന്ന വിഷയം. അടുത്തത് മുഖാലഫത്തു സ്വഹാബ റളിയല്ലാഹു അൻഹും ലി ബനി ഇസ്രായീല അല്ലദീന ഖാമു സമീഅന വഅസൈന. നമ്മളൊക്കെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മുമ്പുണ്ടായിരുന്ന വേദഗ്രന്ഥക്കാരിൽ നിന്ന് വ്യതിരിക്തമാവുക എന്നുള്ളത്. മനസ്സിലാണ്ട പറഞ്ഞത്? മുൻ വേദഗ്രന്ഥക്കാരിൽ നിന്ന് വ്യത്യസ്തമാവുക എന്നതൊരു മുഅ്മിനിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ഒരാളാകുക എന്നുള്ളത് മാത്രമല്ല, വേറെ ഒരാളെപ്പോലെ ആകാതിരിക്കുക എന്നുള്ളത് പ്രധാനമല്ലേ? ആണോ? ഇപ്പം നമ്മൾ മക്കളോട് പറയും ഇങ്ങനെയൊക്കെ ആവണം എന്ന് പറയും അല്ലേ? എന്നാൽ അതിൻ്റെ കൂടെ വേറെ ഉള്ള ഒരുത്തനെ പോലെ ഇന്നവനെ പോലെ ആകരുതെന്നും പറയും ഇല്ലേ? അത് രണ്ടും ഒരു സ്വഭാവ രൂപീകരണത്തിലെ പ്രധാനപ്പെട്ട കാര്യമല്ലേ? ആണ്. അപ്പോൾ ഒരു മുഅ്മിനിൻ്റെ സ്വഭാവ രൂപീകരണത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ത്? എങ്ങനെ ആവണം എന്നുള്ളത് മാത്രമല്ല, എങ്ങനെ ആവരുത് എന്നത്. അതാണ് സിറാത്തല്ലദീന അൻഅംത അലൈഹിം എന്ന് പറഞ്ഞ് മാത്രം അവസാനിപ്പിച്ചില്ല. ഗൈറിൽ മഗ്ദൂബി അലൈഹിം. അതിൻ്റെ അർത്ഥം എന്താ? നീ അനുഗ്രഹിച്ചുള്ള മാർഗത്തിൽ എന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിച്ചാൽ തന്നെ എന്തായി? അല്ലാത്തോടത്തൊക്കെ പെട്ടിയില്ലേ, ഒഴിവായില്ലേ? ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? നീ അനുഗ്രഹിച്ചവിടെ മാർഗത്തിൽ ചേർക്കണമെന്ന് പറഞ്ഞാൽ തന്നെ എന്തായി? അല്ലാത്തതൊക്കെ പോയി. പക്ഷെ അവിടെ അങ്ങനെ നിർത്തിയില്ല. പിന്നെന്താ പറഞ്ഞത്? അനുഗ്രഹിച്ചുള്ള മാർഗത്തിൽ ചേർക്ക് പടച്ചോനെന്ന് പറഞ്ഞിട്ട് ലാലീനും മഗ്ലൂബും അല്ലാത്തതെന്ന് പറഞ്ഞില്ലേ, ഒഴികെന്ന് പറഞ്ഞു. അതേപോലെ മുഖാലഫത്ത് ഉണ്ടാവുക. ഇപ്പം നമ്മളെ പറഞ്ഞ് മീശ ഉണ്ടിച്ചിട്ട് എന്താ കുഴപ്പം? അല്ലെങ്കിൽ താടി നീണ്ടില്ലാച്ചിട്ട് എന്താ കുഴപ്പം? റസൂല പറഞ്ഞു നിങ്ങൾ എന്ത് ചെയ്യണം? ജൂതന്മാരുമായി വ്യത്യസ്തപ്പെടണം. അതിന് താടി നീട്ടുക, മീശ ചെറുതാക്കുക. ചില ആൾക്കാർ താടി നീട്ടും, മീശയും തൊള്ളിക്ക് ഇറക്കും. അത് മുഖാലഫത്താവൂല. ഞാൻ പറഞ്ഞാൽ മനസ്സിലാവണ്ട, മുഖാലഫത്താവൂല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പിന്നെ റസൂലുള്ളാഹി പറഞ്ഞു മദീനത്ത് വന്നപ്പം ജൂതന്മാർ പിന്നെ മുഹറം 10 നോമ്പ് പറ്റിയപ്പോൾ റസൂൽ എന്താ പറഞ്ഞത്? മുഖാലഫത്താവണം, ബനി ഇസ്രായീലിനോട് മുഖാലഫത്താവണം, വ്യതിരിക്തമാകണം. അതാണ് മുഖാലഫത്താവെന്ന് പറഞ്ഞാൽ. ഇനി 10 ഒരാൾ 10 മാത്രം, ഒരു 9 നോൽക്കാൻ പറ്റാത്ത ഒരാൾ 10ഉം 11ഉം നോൽക്കുക. അതൊക്കെ ഇത് വ്യത്യസ്തമാവുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ആമന റസൂലിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? മുൻ വേദഗ്രന്ഥക്കാരിൽ നിന്ന് വ്യത്യസ്തമാവുക എന്ന ഒരു വലിയ ഈമാനിൻ്റെ ഭാഗം നമുക്കിതിലൂടെ കിട്ടും എന്നുള്ളതാണ്.
അതാണ് അടുത്തത്. മുഖാലഫത്ത് സ്വഹാബ റളിയല്ലാഹു അൻഹും ലിബാബ സ്വഹാബത്തൊക്കെയും എന്തായി? എന്നിട്ട് അല്ലദീന ഖാലൂ സമിഅനാ വഅസൈനാ. അപ്പം ഇവിടെ ഏതാ മുഖാലഫത്ത്? ഈ ആയത്തിലെ മുഖാലഫത്ത് ഏതാണ്? ജൂതന്മാർ പറഞ്ഞ സമിഅനാ വഅസൈനാ എന്ന് പറഞ്ഞതിന് പകരം നമ്മൾ എങ്ങനെ മുഖാലഫത്താകുന്നു? സമിഅനാ വഅതഅനാ എന്ന് പറയുന്നു എന്നതാണ്. തീർന്നിട്ടില്ല, ഇനിയുണ്ട് ഒരു 3-4. അതും ആമൻ റസൂലിൻ്റെ ആയത്തിൻ്റെ വിശദീകരണം ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. അപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണം? അടുത്ത ക്ലാസ്സിൽ വരുമ്പം ആമൻ റസൂൽ പഠിക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അത് കാണാതെ പഠിച്ചു വരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ എല്ലാ നിലക്കുമുള്ള ഹൈറും ബറക്കത്തും നൽകി നമ്മെ എല്ലാവരും അനുഗ്രഹിക്കുമാറാവട്ടെ. അറിവില്ലായ്മ കൂടി വന്നുപോയി തെറ്റിക്കുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ ശരീരത്തിന് അള്ളാഹുത്തിൽ ആരോഗ്യവും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. രോഗികളായ പല ആളുകളും ആശുപത്രികളിലുണ്ട്, പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അള്ളാഹുത്തിൽ അവർക്കൊക്കെ രോഗശമനം പ്രദാനം ചെയ്യുമാറാവട്ടെ. മരണം വരെ അള്ളാഹിൻ്റെ കലാമ് പഠിക്കാനുള്ള ഇഷ്ടവും സ്നേഹവും ഒട്ടും കുറയാതെ അള്ളാഹു നമുക്ക് നേർത്തി തരുമാറാവട്ടെ. അതിൽ നിന്നുള്ള എല്ലാ തടസ്സങ്ങളിലും അള്ളാഹു നമുക്ക് കാവലിനെ പ്രദാനം ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് നാളത്തെ ക്ലാസ് ഇവിടെ നടക്കും. സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.